നമസ്കാരം. 2023 കറണ്ട് അഫയേഴ്സ് സീരീസിലെ 35ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. കഴിഞ്ഞ ക്ലാസ്സിൽ 2023 നവംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ കൂടി അംഗമാവുക. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2023 നവംബറുമായി ബന്ധപ്പെട്ട കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ്. കുറച്ച് കാര്യങ്ങൾ കൂടി കേരളവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട്. അതിൽ നല്ലൊരു ചോദ്യമായിരിക്കും അഡ്വക്കേറ്റ് PB മേനോൻ. അറിയാമോ അഡ്വക്കേറ്റ് PB മേനോൻ? ഏറ്റവും കൂടുതൽ കാലം വക്കീലായി സേവനമനുഷ്ഠിച്ച വ്യക്തി എന്ന ഗിന്നസ് റെക്കോർഡ് ഒരു മലയാളിക്കാണ്. പാലക്കാടുകാരൻ ഒരു മലയാളിക്കാണ്. ആര് എന്ന് ചോദിച്ചാൽ അത് ഇദ്ദേഹമാണ്, അഡ്വക്കേറ്റ് PB മേനോൻ. അപ്പൊ ചോദ്യം എങ്ങനെയായിരിക്കും? ഏറ്റവും കൂടുതൽ കാലം വക്കീലായി സേവനം അനുഷ്ഠിച്ച വ്യക്തി എന്നുള്ള ഗിന്നസ് റെക്കോർഡ് ആരുടെ പേരിലാണ് എന്ന് ചോദിച്ചാൽ അതൊരു മലയാളിയുടെ പേരിലാണ്, അഡ്വക്കേറ്റ് PB മേനോൻ എന്ന ഉത്തരം. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു സോഫ്റ്റ്വെയർ നമുക്ക് പരിചയപ്പെടാം. സോഫ്റ്റ്വെയറിന്റെ പേര് കെ-റീപ്പ്. എന്താണ് കെ-റീപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേരളത്തിലെ സർവകലാശാലകൾ, നമുക്കറിയാം കേരളത്തിൽ ധാരാളം സർവകലാശാലകളുണ്ട്. സർവകലാശാലകൾ എന്ന് പറയുന്നത് സ്വയംഭരണ സ്ഥാപനങ്ങളാണെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള കേരളത്തിലെ വിവിധ സർവകലാശാലകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് കെ-റീപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം അതിന്റെ പരിഷ്കരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ വിവിധ സർവകലാശാലകളെ ഒരു സോഫ്റ്റ്വെയറിന് കീഴിൽ കൊണ്ടുവരുന്നു. ആ സോഫ്റ്റ്വെയറിന് കൊടുത്തിരിക്കുന്ന പേരാണ് കെ-റീപ്പ്. അതിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുമ്പോൾ കേരള റിസോഴ്സ് ഫോർ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിംഗ് എന്നുള്ളതാണ്. കേരള റിസോഴ്സ് ഫോർ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിംഗ്, ചുരുക്കി കെ-റീപ്പ്. അപ്പൊ എന്താണ് കെ-റീപ്പ്? വളരെ ലളിതമായിട്ട് പറയാം, ഒരു സോഫ്റ്റ്വെയർ ആണ്. കേരളത്തിലെ വിവിധ സർവകലാശാലകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പോയിന്റിലോട്ട് വരാം. സ്കൂൾ ശാസ്ത്രോത്സവം 2023. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ സ്കൂൾ കായികോത്സവത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലെ? ഒക്ടോബറിലെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ കായികോത്സവത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അവിടെ ഞാൻ പറഞ്ഞു സ്കൂൾ കായികോത്സവമുണ്ട്, അതുപോലെ തന്നെ സ്കൂൾ ശാസ്ത്രോത്സവമുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കൂൾ കലോത്സവമുണ്ട്. കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, കായികോത്സവം, ശാസ്ത്രോത്സവം, കലോത്സവം അല്ലെ? അതിൽ നമ്മൾ കായികോത്സവത്തിനെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. 2023 കായികോത്സവം, സ്കൂൾ കായികോത്സവം, അതിന്റെ വേദി എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളമായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സ്കൂൾ കായികോത്സവത്തിലെ കിരീടം നേടിയത് പാലക്കാട് ജില്ലയാണെന്നും പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോ സ്കൂൾ ശാസ്ത്രോത്സവം 2023-24 അധ്യയന വർഷത്തില് സ്കൂൾ ശാസ്ത്രോത്സവം, ആ സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വേദി എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമായിരുന്നു. അപ്പൊ 2023-24 അധ്യയന വർഷത്തിലെ സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വേദി തിരുവനന്തപുരമായിരുന്നു. ഇനി അവിടെ അറിയേണ്ടത്, ഈ ശാസ്ത്രോത്സവത്തിൽ കിരീടം നേടിയത് ഏത് ജില്ലയാണ് എന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയാണ്. ഏത് ജില്ലയാണ്? മലപ്പുറം ജില്ലയാണ് അല്ലെ? വേറൊരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു 2023 കേരള സർക്കാർ നൽകുന്ന ഭരണഭാഷാ പുരസ്കാരം 2023 ലഭിച്ചതും ഏത് ജില്ലക്കാണെന്ന് പഠിച്ചിട്ടുണ്ട്? മലപ്പുറം ജില്ലക്കാണെന്ന് പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷൻ നൽകുന്ന ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി അത് നേടിയത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർക്കുക. ഇതിപ്പോ പറഞ്ഞത് ശാസ്ത്രോത്സവമാണ്. ഇനി ഒരു കാര്യം കൂടി നമുക്ക് പഠിക്കാനുണ്ട്, സ്കൂൾ കലോത്സവം. ആ സ്കൂൾ കലോത്സവം നമുക്ക് ആ ഭാഗത്ത് പറയാം. അപ്പൊ ഇപ്പോ സ്കൂൾ ശാസ്ത്രോത്സവം 2023 തിരുവനന്തപുരം അല്ലെ, അതായിരുന്നു വേദി, മലപ്പുറമായിരുന്നു ജേതാക്കൾ എന്നുള്ളത് ഓർത്തു വെക്കുക.
ഇനി അത് കഴിഞ്ഞിട്ട് സ്കൂളിന്റെ കാര്യം പറയുമ്പോൾ വേറൊരു ഭാഗത്തോട്ട് വരാം. പോക്സോ ആക്ട്. എന്താണ് പോക്സോ ആക്ട് എന്ന് നിങ്ങൾക്ക് അറിയാം. കുട്ടികളെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണ് പോക്സോ ആക്ട് എന്നറിയാം. പല സിലബസിലും ഈ പോക്സോ ആക്ടിനെ കുറിച്ച് പഠിക്കാനുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. PSCയുടെ പല പരീക്ഷകൾക്കും ഈ പോക്സോ ആക്ട് പഠിക്കാനുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. 2012 നവംബർ 14-നാണ് 2012 നവംബർ 14-നാണ് പോക്സോ ആക്ട് നിലവിൽ വന്നത് അല്ലെ. 2012 നവംബർ 14. നവംബർ 14 പ്രാധാന്യം അറിയാലോ, അത് വെച്ചൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ പോക്സോ ആക്ട് എന്തിനാണ് ഇപ്പോ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് പോക്സോ ആക്ടിന്റെ കാര്യം പറഞ്ഞത് എന്ന് ചോദിച്ചാല്, അടുത്ത അധ്യയന വർഷം മുതൽ കേരളത്തിലെ സ്കൂളുകളിൽ കേരള സർക്കാർ തീരുമാനിക്കുകയാണ്, വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുകയാണ്, അടുത്ത അധ്യയന വർഷം മുതൽ സാമൂഹ്യ ശാസ്ത്ര വിഷയത്തിന്റെ ഭാഗമായിട്ട് ഈ നിയമം പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉൾക്കൊള്ളിക്കുകയാണ്. അടുത്ത അധ്യയന വർഷം മുതൽ സാമൂഹ്യ ശാസ്ത്ര വിഷയത്തില് കേരളത്തിലെ സ്കൂളുകളിൽ പഠിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കാൻ തീരുമാനിച്ച നിയമം ഏതാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാല് അത് പോക്സോ ആക്ട് ആണ് അല്ലെ. നല്ലൊരു കാര്യമാണ്, കുട്ടികൾ അത് മനസ്സിലാക്കണം. എന്താണ് ബാഡ് ടച്ച്, എന്താണ് ഗുഡ് ടച്ച് എന്ന് കുട്ടികൾ മനസ്സിലാക്കണം. അത് ചെറിയ ക്ലാസ്സിൽ തന്നെ ആ ഒരു ബോധവൽക്കരണത്തിനുള്ള ശ്രമം നടത്തുക എന്ന് പറയുന്നത് വലിയ നല്ല കാര്യമാണ്. അപ്പൊ അത് ഓർത്തു വെക്കുക, പോക്സോ ആക്ട്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പരിപാടി ശിശുക്ഷേമ സമിതിയുടെ ഒരു പരിപാടിയാണ് ദത്തെടുക്കൽ ബോധവൽക്കരണ പരിപാടി. കേരള ശിശുക്ഷേമ സമിതിയുടെ ദത്തെടുക്കൽ ബോധവൽക്കരണ പരിപാടിയാണ് ഡാഷ് എന്ന് തന്നാല് അതിന്റെ പേരാണ് ഏത്, താരാട്ട്. അതിൽ തീർച്ചയായിട്ടും ചോയ്സിനകത്ത് അമ്മ തൊട്ടിൽ എന്നൊക്കെ തന്നിരിക്കും. അതല്ല, ദത്തെടുക്കൽ ബോധവൽക്കരണ പരിപാടി ഏതാണെന്ന് ചോദിച്ചാല് താരാട്ടാണ്. കേരള ശിശുക്ഷേമ സമിതിയുടെ ദത്തെടുക്കൽ ബോധവൽക്കരണ പരിപാടി താരാട്ട്. അപ്പൊ അത് ഓർത്ത് വയ്ക്കണം. വനിതകളെ കുറിച്ചും കുട്ടികളെ കുറിച്ചും ഒക്കെ പഠിക്കാൻ നിങ്ങൾക്ക് ടോപ്പിക്കുകളുണ്ട്. ആ ഭാഗത്ത് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കാനുള്ള ഒരു ചോദ്യം കൂടിയാണ്, ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് അറിയാം അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല, ഇപ്പോൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയിൽ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയിൽ ആദ്യമായിട്ട് അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നു. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് നടന്നത്, അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നു. അപ്പോ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഏത് ജില്ലാ തലത്തിലുള്ള ആശുപത്രിയിലാണ് അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് എന്ന് ചോദിച്ചാല് എറണാകുളം ജില്ലാ ആശുപത്രിയിലാണ്. എവിടെയാണ്? എറണാകുളം ജില്ലാ ആശുപത്രിയിലാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ കാർത്യായനി അമ്മയെ കുറിച്ച് പഠിച്ചു അല്ലെ. സാക്ഷരതാ മിഷൻ നടത്തിയ അക്ഷരലക്ഷം പരീക്ഷയില് 96-ാമത്തെ വയസ്സിൽ 98% മാർക്ക് നേടി 1-ാം സ്ഥാനത്തെത്തിയ ഒരു വനിതയുടെ കാര്യം അവര് ഈ പറഞ്ഞ കഴിഞ്ഞ മാസം മരണപ്പെട്ടു എന്നുള്ള കാര്യവും നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ ആ കാർത്യായനി അമ്മയുടെ കാര്യം പറഞ്ഞ സാക്ഷരതാ മിഷനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ട മലയാള ചലച്ചിത്ര താരം ആരാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാലോ? സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ട മലയാള ചലച്ചിത്ര താരം ആരെന്ന് ചോദിച്ചാല് അത് ആരാണ്? അത് ഇന്ദ്രൻസ് ആണ്. ആരാണ്? ഇന്ദ്രൻസ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലോട്ടാണ് നമ്മൾ വരുന്നത്. കലാ സാഹിത്യം സംസ്കാരം എന്ന് പറയുന്ന ഭാഗമൊക്കെ പഠിക്കാൻ സിലബസിലുണ്ട് അല്ലെ. 2023 കേരള സംഗീത നാടക അക്കാദമി കലാരൂപങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച കലാരൂപം ഏതാണ്? കേരള സംഗീത നാടക അക്കാദമിയുടെ കലാരൂപങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച കലാരൂപം ഏതാണ് എന്ന് ചോദിച്ചാല് മിമിക്രിയാണ് അല്ലെ. നമ്മുടെ ഇന്ന് മലയാള സിനിമയിലെ ഒരുവിധപ്പെട്ട നടന്മാരെല്ലാവരും മിമിക്രി രംഗത്തുനിന്ന് വന്നിട്ടുള്ളവരാണെങ്കിലും മിമിക്രിക്ക് അത്ര ഒരു കല എന്നുള്ള രീതിയിൽ ഒരു പരിഗണന കിട്ടുന്നില്ല എന്നുള്ള പരാതി കുറെ കാലം കൊണ്ടേ ഉണ്ട്. എന്തായാലും കേരള സംഗീത നാടക അക്കാദമി 2023 കലാരൂപങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾക്കൊള്ളിക്കാൻ തീരുമാനിച്ച കലാരൂപമാണ് മിമിക്രി എന്നുകൂടി മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ദേശീയ കാര്യങ്ങളിലോട്ട് വരാം. ഗോപാൽ രത്ന പുരസ്കാരം. ഗോപാൽ രത്ന പുരസ്കാരം
ഗോപാൽ രത്ന പുരസ്കാരം ഏതു മേഖലയിൽ നൽകുന്ന പുരസ്കാരമാണ്? ക്ഷീര സഹകരണ സംഘങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന പുരസ്കാരമാണ്. ക്ഷീര സഹകരണ സംഘങ്ങൾക്ക്, അല്ലെ? അപ്പൊ രാജ്യത്തെ ഏറ്റവും മികച്ച ക്ഷീര സഹകരണ സംഘങ്ങൾക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് ഏത്? ഗോപാൽ രത്ന പുരസ്കാരം. ഗോപാൽ എന്ന് പറഞ്ഞാല് ഗോക്കളെ പാലിക്കുന്നവൻ, പരിപാലിക്കുന്നവൻ, അല്ലെ? അപ്പൊ ഗോപാൽ രത്ന പുരസ്കാരം ഏത് മേഖലയിൽ നൽകുന്നു? ക്ഷീര സഹകരണ സംഘങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ്. കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന പുരസ്കാരമാണ്. 2023 ഗോപാൽ രത്ന പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ക്ഷീര സഹകരണ സംഘം ഏത് എന്ന് ചോദിച്ചാല് അതിന്റെ ഉത്തരം വയനാട് ജില്ലയിലെ പുൽപ്പള്ളി ക്ഷീര സഹകരണ സംഘമാണ്. അപ്പൊ 2023 കേന്ദ്ര സർക്കാരിന്റെ ഗോപാൽ രത്ന പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ക്ഷീര സഹകരണ സംഘം ഏത് എന്ന് ചോദിച്ചാല് അത് പുൽപ്പള്ളി ക്ഷീര സഹകരണ സംഘമാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. എവിടെയാണ്? പുൽപ്പള്ളി. പുൽപ്പള്ളി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ സീതാദേവി ക്ഷേത്രം. കേരളത്തിലെ സീതാദേവി ക്ഷേത്രം വയനാട് പുൽപ്പള്ളിയിലാണെന്ന് അറിയാം. അതുപോലെ തന്നെ കേരള സർക്കാരിന്റെ അമ്പെയ്ത്ത് പരിശീലന കേന്ദ്രം എവിടെയാണ് എന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ്? പുൽപ്പള്ളി, വയനാട്. അപ്പൊ പുൽപ്പള്ളി ക്ഷീര സഹകരണ സംഘത്തിനാണ് 2023 കേന്ദ്ര സർക്കാരിന്റെ ഗോപാൽ രത്ന പുരസ്കാരം, ഏറ്റവും മികച്ച ക്ഷീര സഹകരണ സംഘത്തിനുള്ള ആ പുരസ്കാരം ലഭിച്ചത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമുക്ക് അറിയാം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ, അല്ലെ? സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, പങ്കാളിത്ത പെൻഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം 2013 ഏപ്രിൽ 1 മുതൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് പങ്കാളിത്ത പെൻഷനാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 2013 ഏപ്രിൽ 1 ശേഷം സർക്കാർ സർവീസിൽ വരുന്ന ആൾക്കാർക്ക് ഇപ്പൊ എന്ത് പെൻഷനാണുള്ളത്? പഴയതുപോലെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഇല്ല, പങ്കാളിത്ത പെൻഷനാണ്, അല്ലെ? അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് സമരങ്ങളും തർക്കങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഈ പങ്കാളിത്ത പെൻഷനെ കുറിച്ച് പഠിക്കുന്നതിന്, അപ്പൊ ഈ സർക്കാർ ജീവനക്കാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ കാരണം ഈ പങ്കാളിത്ത പെൻഷനെ കുറിച്ച് പഠിക്കുന്നതിന് കേരള സർക്കാർ 2018 ഒരു സമിതിയെ നിയോഗിച്ചു. ആ സമിതിയുടെ അധ്യക്ഷൻ ആരാണ് എന്നുള്ളത് നല്ല ഒരു ചോദ്യമായിരിക്കും. പങ്കാളിത്ത പെൻഷനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ 2018 നിയമിച്ച സമിതിയുടെ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാല് എസ് സതീഷ് ചന്ദ്ര ബാബുവാണ്. നല്ല ചോദ്യമാണ്. PSC പരീക്ഷ എഴുതി സർക്കാർ ഉദ്യോഗം വാങ്ങാൻ ശ്രമിക്കുന്ന ഒരാള് തീർച്ചയായിട്ടും ഇത് അറിഞ്ഞിരിക്കണം. അപ്പൊ 2018 ഈ സമിതിയെ നിയമിച്ചത്. ആ സമിതിയില് എസ് സതീഷ് ചന്ദ്ര ബാബു ഉണ്ട്, പി മാരപാണ്ഡ്യൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, പ്രൊഫസർ D നാരായണനുണ്ട്. ഇതാണ് സമിതിയിലെ അംഗങ്ങൾ. അതിന്റെ അധ്യക്ഷൻ എസ് സതീഷ് ചന്ദ്ര ബാബു ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ഇന്ത്യൻ വനിതാ 2020 A ടീം ക്യാപ്റ്റനായ ആദ്യ മലയാളി വനിത. അങ്ങനെ ചോദിച്ചാൽ നമുക്കിപ്പോ ഒരു പേരെ പറയാനുള്ളൂ, അല്ലെ? വയനാടുകാരി മിന്നുമണി നമുക്ക് അറിയാം, അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ വയനാടിന്റെ കഥാകാരി എന്ന് നമ്മൾ P വത്സലയെ പഠിച്ചു. ഇപ്പൊ നമ്മൾ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ, വനിത എന്ന് പറയുമ്പോൾ ഇപ്പൊ വയനാട്ടിലോട്ടാണ് പോകുന്നത്. അവിടെയാണ് മിന്നുമണിയുടെ സ്ഥലം. അപ്പോ മിന്നുമണി, അല്ലെ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇന്ത്യൻ 2020 വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിച്ച ആദ്യ മലയാളിമാര് തന്നെയാണ്, മിന്നുമണി തന്നെയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പോ ഇന്ത്യൻ വനിതാ 2020 A ടീം ക്യാപ്റ്റനായ ആദ്യ മലയാളി വനിത ആരെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? മിന്നുമണി തന്നെയാണ്. ഒരു കാര്യം കൂടി അവിടെ മനസ്സിലാക്കി വെക്കണം, അതൊരു അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും, നിങ്ങൾ ശ്രദ്ധിക്കത്തില്ല. ഈ മിന്നുമണി IPL ക്രിക്കറ്റ് ഉണ്ടല്ലോ, IPL ക്രിക്കറ്റ് ഇപ്പൊ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള IPL ക്രിക്കറ്റ് ഉണ്ട്, അല്ലെ? ആ IPL ക്രിക്കറ്റിൽ ഒരുപാട് ടീമുകളുണ്ട്, അല്ലെ? ഇപ്പൊ ഈ പറഞ്ഞ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, RCB, അങ്ങനെ ഒരുപാട് ടീം ഉണ്ടല്ലോ. അപ്പൊ അതില് മിന്നുമണി ഏത് ടീമിലാണ് കളിക്കുന്നത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അങ്ങനെ ചോദിച്ചാല് ഡൽഹി ക്യാപിറ്റൽസിലാണ്. ഏതിലാണ്? ഡൽഹി ക്യാപിറ്റൽസിലാണ് എന്ന് ഓർക്കണം. അപ്പൊ മിന്നുമണി ഏത് IPL ടീമിന്റെ ഭാഗമാണ് എന്ന് ചോദിച്ചാൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഭാഗമാണ്. ഇനി അത് കഴിഞ്ഞിട്ടൊരു പുസ്തകത്തിലോട്ട് വരാം. യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ.
യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഭരണഘടനയെ അറിയണം. ഇതൊരു പുസ്തകത്തിന്റെ പേരാണ്. ഈ അടുത്ത കാലത്ത് ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ് യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ പുസ്തകം എഴുതിയത് ആര് എന്ന് ചോദിച്ചാല് ഫാലി എസ് നരിമാനാണ്. ഇന്ത്യയിലെ അറിയപ്പെടുന്ന വക്കീലാണ് ഈ പറഞ്ഞ ആര്, ഫാലി എസ് നരിമാൻ. അറിയപ്പെടുന്ന നിയമവിദഗ്ധനാണ് ഫാലി എസ് നരിമാൻ. അത് എഴുതിയ പുസ്തകമാണ് യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അത് എന്താണ്? അതൊരു പുസ്തകമാണ്. എഴുതിയതാരാണ്? ഫാലി എസ് നരിമാൻ. അപ്പൊ അത് ഓർക്കണം. അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു പുസ്തകമാണ് ഇന്ത്യാസ് എക്സ്പെരിമെന്റ് വിത്ത് ഡെമോക്രസി. ഇന്ത്യാസ് എക്സ്പെരിമെന്റ് വിത്ത് ഡെമോക്രസി നല്ലൊരു പുസ്തകമാണ്. എഴുതിയതാരാണ്? എസ് വൈ ഖുറേഷി. എസ് വൈ ഖുറേഷി ആരാണ്? മുൻ ഇലക്ഷൻ കമ്മീഷണറാണ്. മുൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണറാണ് എസ് വൈ ഖുറേഷി. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് സമ്പ്രദായമുള്ള രാജ്യമാണ് ഇന്ത്യ, അല്ലെ? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. അതുപോലെ തന്നെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയുള്ള രാജ്യം കൂടിയാണ് ഏത്? ഇന്ത്യ എന്ന് നമുക്കറിയാം. അപ്പൊ ആ ഇന്ത്യൻ ജനാധിപത്യത്തെ കുറിച്ച്, ഇവിടുത്തെ രീതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് ഇന്ത്യാസ് എക്സ്പെരിമെന്റ് വിത്ത് ഡെമോക്രസി എന്ന് പറയുന്ന പുസ്തകം. എസ് വൈ ഖുറേഷി എഴുതിയ പുസ്തകം. നല്ല കാര്യമല്ലേ? അപ്പൊ രണ്ട് കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിയണം. യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പുസ്തകത്തിന്റെ പേര്, ഇന്ത്യാസ് എക്സ്പെരിമെന്റ് വിത്ത് ഡെമോക്രസി വേറൊരു പുസ്തകത്തിന്റെ പേര്. ഇത് ആരെഴുതി എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു വ്യക്തിത്വത്തിലോട്ട് വരാം. ഹീരാലാൽ സമാരിയ. ഹീരാലാൽ സമാരിയ ആരാണ്? ഹീരാലാൽ സമാരിയ ഇന്ത്യയുടെ പുതിയ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറാണ്. ഇന്ത്യയുടെ പുതിയ കേന്ദ്ര ചീഫ് വിവരാവകാശ കമ്മീഷണറാണ് ആര്? ഹീരാലാൽ സമാരിയ, അല്ലെ? 2005 വിവരാവകാശ നിയമം വന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ആര്? ഹീരാലാൽ സമാരിയ. പുതിയ നിയമനമാണ്. ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം. ഹീരാലാൽ സമാരിയുടെ കാര്യത്തിലുള്ള ഒരു പ്രത്യേകത, അദ്ദേഹം ദളിത് വിഭാഗത്തിലുള്ള ഒരു വ്യക്തിയാണ്. ദളിത് വിഭാഗത്തിലുള്ള വ്യക്തിയാണ്. ആദ്യമായിട്ടാണ് ദളിത് വിഭാഗത്തിലുള്ള ഒരാള് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആകുന്നത് എന്ന പ്രത്യേകത കൂടി ഈ അപ്പോയിന്റ്മെന്റിന്റെ പിറകിലുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഹീരാലാൽ സമാരിയ. നമ്മൾ വിവരാവകാശ നിയമത്തെ കുറിച്ച് കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. മറ്റുള്ളവരൊക്കെ ഓരോ രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നമ്മുടെ വിവരാവകാശ നിയമത്തെ ഇന്നത്തെ പരീക്ഷകളുടെ രീതിക്കനുസരിച്ച് വളരെ കാര്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്ത രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നില്ല. അതിനകത്തുള്ള എക്സെപ്ഷൻസ് എന്തൊക്കെയെന്ന് പ്രത്യേകം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പരീക്ഷകൾക്ക് ഇപ്പോൾ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുന്നതും ആ കാര്യമാണ്. അത് കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലാസ് നിങ്ങൾ കാണണം. അപ്പൊ ഇവിടെ ഇപ്പൊ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് ഞാൻ ആ ഒരു പോയിന്റ് പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാല്, ഇവിടെ ഇപ്പൊ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒരു കാര്യം കൂടി ഇപ്പൊ ഒഴിവാക്കിയിട്ടുണ്ട്. 2023 നവംബറിൽ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാല് സെറി ഇൻ എന്ന് പറയുന്ന ഒരു ചുരുക്കെഴുത്തിൽ പറയുന്ന സാധനമാണ്. സെറി ഇൻ എന്ന് പറഞ്ഞ ഒരു സൈബർ സുരക്ഷാ ഏജൻസിയാണ്. ഇന്ത്യയിലെ ദേശീയ സൈബർ സുരക്ഷാ ഏജൻസിയാണ് സെറി ഇൻ. അപ്പൊ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം, ഇന്ത്യയുടെ സൈബർ എന്താണ് ദേശീയ സുരക്ഷാ ഏജൻസി, ഇന്ത്യയുടെ ദേശീയ സൈബർ സുരക്ഷാ ഏജൻസിയാണ് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം, ചുരുക്കി സെറി ഇൻ എന്ന് പറയും. അപ്പൊ ഇവരെ ഏതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്? വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വയ്ക്കണം. ശരി, അടുത്ത പോയിന്റിലോട്ട്. ടാൻഡലം. ടാൻഡലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അപൂർവ ലോഹമാണ്. വളരെ അപൂർവമായിട്ടുള്ള ഒരു ലോഹമാണ് ഏത്? ടാൻഡലം. ഈ അടുത്ത കാലത്ത് ഇന്ത്യയിലെ ഒരു നദിയില് ഈ ലോഹത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. അപ്പൊ ഇന്ത്യയിലെ ഏത് നദിയിലാണ് വളരെ അപൂർവ ലോഹമായിട്ടുള്ള
ടാൻഡലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് എന്നുള്ളത് നല്ല ഒരു ചോദ്യമായിരിക്കും. നിങ്ങൾക്ക് ഭൂമിശാസ്ത്രം പഠിക്കാനുണ്ട്, അവിടെ ഹിമാലയൻ നദികൾ പഠിക്കാനുണ്ട് അല്ലെ. ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, പിന്നെ അതിന്റെ പോഷക നദികൾ. അവിടെ സിന്ധുവിന്റെ കാര്യം പറഞ്ഞപ്പോൾ സിന്ധുവിന്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ് എന്ന് പഠിച്ചിട്ടുണ്ട്. സിന്ധുവിന്റെ ഏറ്റവും നീളം കുറഞ്ഞ പോഷക നദി നദിയാണ് ബിയാസ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതേസമയം സിന്ധുവിന്റെ ഏറ്റവും വലിയ എന്ന് പറയുമ്പോൾ കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന എന്നാണ്. നീളം കൂടിയ എന്ന് പറഞ്ഞാൽ കൂടുതൽ ദൂരം ഒഴുകുന്ന എന്നുള്ളതാണ്. നീളം കൂടിയ സത്ലജ് ആണെന്നും വലുത് ചിനാബ് ആണെന്നും ഏറ്റവും കുറഞ്ഞത് ബിയാസ് ആണെന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഭാഗത്ത് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്, ഇന്ത്യയിലെ ഏത് നദിയിലാണ് 2023 അപൂർവ ലോഹമായിട്ടുള്ള ടാൻഡലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് എന്ന് ചോദിച്ചാൽ ഏത് നദിയിലാണ്? സത്ലജ് നദിയിലാണ് അല്ലെ. ടിബറ്റിൽ നിന്ന് ഒഴുകി ഷിപ്കില ചുരത്തിലൂടെ ഇന്ത്യയിലോട്ട് പ്രവേശിക്കുന്ന നദിയാണ് സത്ലജ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് തേജസ് യുദ്ധവിമാനം. നമുക്കറിയാം ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച യുദ്ധവിമാനമാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ലഘു യുദ്ധവിമാനമാണ്. ഇപ്പൊ മിഗ് വിമാനം എന്ന് പറയുന്നത് എന്താണ്? യുദ്ധവിമാനമാണ്. ബ്രിട്ടന്റെ യുദ്ധവിമാനമാണ് മിഗ് വിമാനം അല്ലെ. സുഖോയ് എന്ന് പറയുന്ന വിമാനമുണ്ട്. സുഖോയ് എന്ന് പറയുന്ന റഷ്യൻ യുദ്ധവിമാനം അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് റാഫേൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഫ്രഞ്ച് യുദ്ധവിമാനം അല്ലെ. അതുപോലെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ലഘു യുദ്ധ വിമാനമാണ് തേജസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് തേജസിന്റെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാല് ഈ അടുത്ത കാലത്ത് ഈ തേജസ് യുദ്ധവിമാനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി പറന്നു. അപ്പോ തേജസ് യുദ്ധവിമാനത്തിൽ പറന്ന ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ, തേജസ് യുദ്ധവിമാനത്തിൽ പറന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാല് അത് നരേന്ദ്ര മോദിയാണ്. ഇതുപോലെ ഒരു ചോദ്യം പണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. അതായത് യുദ്ധവിമാനത്തിൽ പറന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരെ എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. യുദ്ധവിമാനത്തിൽ പറന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ആണ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യുദ്ധവിമാനത്തിൽ പറന്ന ആദ്യ വനിതാ രാഷ്ട്രപതി ആരെ എന്ന് ചോദിച്ചാല് അത് ആരാണ്? പ്രതിഭാ പാട്ടീലാണ്. APJ അബ്ദുൽ കലാമിന് ശേഷം പിന്നീട് പ്രസിഡന്റ് ആവുന്നത് പ്രതിഭാ പാട്ടീലാണ്. 12ാമത്തെ രാഷ്ട്രപതി പ്രതിഭാ പാട്ടീൽ, 11ാമത്തെ രാഷ്ട്രപതിയാണ് APJ അബ്ദുൽ കലാം. അപ്പൊ യുദ്ധവിമാനത്തിൽ, അത് സുഖോയ് എന്ന് പറയുന്ന യുദ്ധവിമാനത്തിലാണ്. യുദ്ധവിമാനത്തിൽ പറഞ്ഞ ആദ്യ രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ APJ അബ്ദുൽ കലാം ആണ്. യുദ്ധവിമാനത്തിൽ പറഞ്ഞ ആദ്യ ഇന്ത്യൻ വനിതാ രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ അത് ആരാണ്? അത് പ്രതിഭാ പാട്ടീലാണ്. ഇവിടെ ഇപ്പൊ ചോദ്യം അതല്ല, തേജസ് യുദ്ധവിമാനത്തിൽ പറഞ്ഞ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് നരേന്ദ്രമോദിയാണ് എന്ന് പറയണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. DRDO അല്ലെ. ഇന്ത്യയുടെ ഈ പറഞ്ഞ പ്രതിരോധ രംഗത്ത് നിർമ്മാണ ചുമതലകൾ എല്ലാം നിർവഹിക്കുന്ന ഈ പറഞ്ഞ ഒരു സംഘമാണ് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാണ് DRDO, ഡിഫൻസ് റിസർച്ച് ഓർഗനൈസേഷൻ. DRDO നമുക്കറിയാം. DRDOയുടെ ഒരു പദ്ധതിയാണ് പ്രൊജക്ട് കുശ. പ്രൊജക്ട് കുശ എന്ന് പറയുന്നത് DRDOയുടെ ഒരു പദ്ധതിയാണ്. എന്താണ് പ്രൊജക്ട് കുശ? അതായത് ഈ പറഞ്ഞ വ്യോമ സുരക്ഷ, മിസൈലുകളിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യോമ ആക്രമണങ്ങളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യോമ സുരക്ഷാ സംവിധാനമാണ് പ്രോജക്ട് കുശ. 2028-29 ആവുമ്പോഴേക്കും ഇത് ഈ പറഞ്ഞ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സാധിക്കും എന്നാണ് കരുതുന്നത് പ്രോജക്ട് കുശ. അപ്പൊ പ്രോജക്ട് കുശ എന്ന് പറയുന്ന DRDOയുടെ ഒരു പദ്ധതിയാണ്. ഇന്ത്യയുടെ വ്യോമ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് പ്രോജക്ട് കുശ. നിങ്ങൾ അയൺ ഡോം എന്ന് കേട്ടിട്ടുണ്ടോ? അയൺ ഡോം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇസ്രായേലിന്റെ ഒരു സംവിധാനമാണ്. നമ്മൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ട്, പാലസ്തീനിൽ നിന്നൊക്കെ ഒരുപാട് മിസൈലുകൾ ഇസ്രായേലിലോട്ട് വരുമ്പോ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന്റെ ഒരു സംവിധാനമുണ്ട്. അതാണ് ഈ പറഞ്ഞ അയൺ ഡോം എന്ന് പറയുന്ന ഒരു സംവിധാനം. അപ്പോൾ അതിനെ വെല്ലുന്ന വിധത്തില് ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ DRDO വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യോമ പ്രതിരോധ സംരക്ഷണ സംവിധാനമാണ് ഏത്? പ്രോജക്ട് കുശ. അപ്പൊ അത് മനസ്സിലാക്കി വയ്ക്കണം. പ്രോജക്ട് കുശ എന്താണ് എന്ന് മനസ്സിലാക്കി വയ്ക്കണം. അപ്പൊ അത് 2028-29 കൂടി പൂർത്തിയാവുമെന്നാണ് കരുതുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് പ്രളയ്. എന്താണ് പ്രളയ്?
പ്രളയം എന്ന് പറയുന്നത് ഈ പറഞ്ഞൊരു ബാലിസ്റ്റിക് മിസൈലാണ്. പ്രളയം എന്ന് പറയുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ബാലിസ്റ്റിക് മിസൈലാണ്. 300-350 കിലോമീറ്റർ ദൂരപരിധിയുള്ള സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈലാണ് ഏത് പ്രളയം എന്ന് പറയുന്ന മിസൈൽ. അപ്പൊ ഈ പ്രളയം എന്ന് പറയുന്ന മിസൈലിന്റെ പരീക്ഷണം ഈ അടുത്ത കാലത്ത് നടന്നു. അതെവിടെ നടക്കും എന്ന് നമുക്കറിയാം. ഒഡീഷയിലാണ് ഈ പറഞ്ഞ മിസൈൽ പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നത്. അവിടെ ഈ പറഞ്ഞ ഒഡീഷയിലുള്ള ഏത് ദ്വീപിലാണ്? APJ അബ്ദുൽ കലാം ദ്വീപിലാണ് ആ മിസൈൽ പരീക്ഷണമൊക്കെ നടക്കുക, അല്ലെ? അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പരീക്ഷയ്ക്ക് അതും ചോദിക്കുക. APJ അബ്ദുൽ കലാം ദ്വീപ് എവിടെയാണെന്ന് ചോദിക്കുക. അത് ഒഡീഷയിലാണ്, ഇന്ത്യയുടെ പൂർവ്വ തീരത്താണ്. അപ്പൊ ഈ പറഞ്ഞ പ്രളയം എന്ന് പറയുന്നത് എന്താണ്? ഇത് ഈ പറഞ്ഞ ഒരു ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ്. 300-350 കിലോമീറ്റർ എന്ന് പറയുന്നത് അത്ര വലിയ ദൂരമല്ല. 4000-5000 ഒക്കെ കിലോമീറ്റർ താങ്ങാൻ പറ്റുന്ന അഗ്നി മിസൈലുകളൊക്കെ വികസിപ്പിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മള്. അപ്പൊ ഇതൊരു ഹ്രസ്വദൂര എന്താണ് ബാലിസ്റ്റിക് മിസൈലാണ് പ്രളയം എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത കാലത്ത് വാർത്തയിൽ ഒരുപാട് പ്രാധാന്യം കൈവരിച്ച ഒരു സ്ത്രീ, അവര് മരണപ്പെട്ടു. ബുധനി മാംതിയാൽ. ബുധനി മാംതിയാൽ ആരാണ് ബുധനി മാംതിയാൽ എന്ന് ചോദിച്ചാല് അവര് ഈ പറഞ്ഞൊരു ആദിവാസി വനിതയാണ്. സാന്താൾ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ആദിവാസി വനിതയാണ് ബുധനി മാംതിയാൽ. എന്താണ് ഇവരുടെ ഈ പറഞ്ഞ ചരിത്രം അല്ലെങ്കിൽ ഇവരുടെ ഹിസ്റ്ററി, ഇവരുടെ ഒരു നമ്മളെ പൂർവാശ്രമം പരിശോധിക്കുകയാണെങ്കിൽ ഇവർക്ക് 15 വയസ്സ് പ്രായമുണ്ടായിരുന്നപ്പോഴാണ് നെഹ്റു ഒരു അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോയത്. അപ്പൊ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോയപ്പോഴത്തേക്ക് നെഹ്റുവിനെ സ്വീകരിക്കാനായിട്ട് ഈ പറഞ്ഞ ഗോത്രവർഗത്തിൽപ്പെട്ട ഈ കുഞ്ഞിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. 15 വയസ്സാണെന്നുള്ളൂ. അപ്പൊ അവൾ എന്ത് ചെയ്തു? അവളെ ഈ പറഞ്ഞ പൂമാലയിട്ട് നെഹ്റുവിനെ സ്വീകരിച്ചു. നെഹ്റു എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പൂമാല തിരിച്ച് ഈ പറഞ്ഞ ബുധനിക്കും ഈ പറഞ്ഞ ഇട്ട് കൊടുത്തു. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പക്ഷെ ഈ ഗോത്രവർഗക്കാരുടെ കാര്യം അനുസരിച്ച്, സാന്താൾ വിഭാഗത്തിൽപ്പെട്ടവരുടെ കാര്യം അനുസരിച്ച് അങ്ങനെ മാലയിട്ടാല് അയാള് വേറൊരാളുടെ ഭാര്യയായി എന്നാണ് അർത്ഥം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നെഹ്റു മാലയിട്ടതിലൂടെ ബുധനി ആരുടെ ഭാര്യയായി? നെഹ്റുവിന്റെ ഭാര്യയായി. അപ്പൊ മറ്റൊരു വംശത്തിൽപ്പെട്ട അല്ലെങ്കിൽ മറ്റൊരു ജാതിയിൽപ്പെട്ട ഒരാളെ ഇങ്ങനെ വിവാഹം കഴിക്കുന്ന ഒരു സ്ത്രീയെ പിന്നീട് ഈ പറഞ്ഞ സാന്താൾ വിഭാഗത്തിൽ വെച്ച് ഉറപ്പിക്കത്തില്ല. അങ്ങനെ അവർക്ക് ഊരു വിലക്ക് ഏർപ്പെട്ടു. അപ്പൊ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട സ്ത്രീയാണ്, അതായത് ഈ പറഞ്ഞ നെഹ്റുവിന്റെ ഗോത്ര ഭാര്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ത്രീയാണ് ബുധനി മാംതിയാൽ. അവരെന്ത് ചെയ്തു? 2023 നവംബറിൽ മരണപ്പെട്ടു. അങ്ങനെ ഇവര് വീണ്ടും വാർത്തയിൽ വന്നു, ബുധനി മാംതിയാൽ. അപ്പൊ അത് നെഹ്റുവിന്റെ ഗോത്ര ഭാര്യ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്ത്രീയാണ് ബുധനി മാംതിയാൽ. ഇവരെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് സാറാ ജോസഫ്. മലയാളത്തിൽ ഇവരെ കുറിച്ചൊരു പുസ്തകമുണ്ട്. സാറാ ജോസഫ് എഴുതിയ ഒരു പുസ്തകമാണ് ബുധനി എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കുക, ബുധനി മാംതിയാൽ. ബുധനി എന്ന പുസ്തകം രചിച്ചത് ആര് എന്നൊരു ചോദ്യം വന്നാൽ അത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആണ്. അങ്ങനെയാണ് ഈ പറഞ്ഞ ബുധനി മരിച്ചപ്പോഴാണ് സാറാ ജോസഫിന്റെ ഈ കൃതിയെ കുറിച്ചുള്ള ചർച്ചയും നടന്നത്. അപ്പൊ അത് ബുധനി എന്നാണ് പുസ്തകത്തിന്റെ പേര്. അത് എഴുതിയതാരാണ്? സാറാ ജോസഫ് ആണ്. അപ്പൊ അതവിടെ ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 2023 JCB സാഹിത്യ പുരസ്കാരം. 2023 JCB സാഹിത്യ പുരസ്കാരം സാഹിത്യ മേഖലയിൽ ഇന്ത്യയിൽ കൊടുക്കുന്ന പുരസ്കാരങ്ങളിൽ മികച്ച പുരസ്കാരങ്ങളിൽ ഒന്നാണ്, വലിയ പുരസ്കാരങ്ങളിൽ ഒന്നാണ് 2023 JCB സാഹിത്യ പുരസ്കാരം. സാഹിത്യ പുരസ്കാരം. അപ്പൊ 2023 JCB സാഹിത്യ പുരസ്കാരം നേടിയ കൃതി എന്ന് പറയുന്നത് ഏതാണ്? ഫയർ ബേർഡ് എന്ന് പറയുന്ന കൃതിയാണ്. അപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ പറയാം ഫയർ ബേർഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ്, അല്ലെ? അപ്പൊ അതൊരു കൃതിയെ ഇംഗ്ലീഷിലോട്ട് പരിഭാഷപ്പെടുത്തിയതാണ്. അപ്പൊ ഇംഗ്ലീഷിലോട്ട് പരിഭാഷപ്പെടുത്തിയ ആ കൃതിക്കാണ് 2023 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ആ JCB സാഹിത്യ പുരസ്കാരം നേടിയ ഫയർ ബേർഡ് എന്ന് പറയുന്ന കൃതി ശരിക്കും പറഞ്ഞാൽ ഏത് കൃതിയുടെ പരിഭാഷയാണ് എന്ന് ചോദിക്കും. ആലണ്ടപ്പാച്ചി എന്ന് പറയുന്ന ഒരു തമിഴ് കൃതിയുടെ പരിഭാഷയാണ് ആലണ്ടപ്പാച്ചി. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ആലണ്ടപ്പാച്ചി എന്ന കൃതി രചിച്ചതാരെന്ന് ചോദിക്കും. പെരുമാൾ മുരുകൻ എന്ന് പറയുന്ന ഒരാളാണ്, അറിയപ്പെടുന്ന സാഹിത്യകാരനാണ്, ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹിത്യകാരനാണ്. പെരുമാൾ മുരുകൻ എന്ന് പറയുന്ന സാഹിത്യകാരനാണ് ആലണ്ടപ്പാച്ചി എന്ന് പറയുന്ന കൃതി രചിച്ചിരിക്കുന്നത്. ഈ ആലണ്ടപ്പാച്ചിയുടെ ഇംഗ്ലീഷ് തർജ്ജമയാണ് ഫയർ ബേർഡ്. ഫയർ ബേർഡ്, അല്ലെ? അപ്പൊ ആ കൃതിക്കാണ് 2023 JCB സാഹിത്യ പുരസ്കാരം. അവിടെ ഒരു പോയിന്റ് കൂടി മനസ്സിലാക്കി വെക്കുക. JCB സാഹിത്യ പുരസ്കാരം ആദ്യം നേടിയത് ആരാണെന്ന് അറിയാമോ? ഒരു മലയാളിയാണ്.
ബെന്യാമീൻ. ആരാണ്? ബെന്യാമീൻ. JCB സാഹിത്യ പുരസ്കാരം ആദ്യം നേടിയതാരെന്ന് ചോദിച്ചാൽ അത് ബെന്യാമീൻ ആണ്. അദ്ദേഹത്തിന്റെ ജാസ്മിൻ ഡേയ്സ് എന്ന് പറയുന്ന കൃതിക്കാണ് ആദ്യത്തെ JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം ഈ സംഭവം നടന്ന് കുറച്ച് ദിവസം നമ്മുടെ പത്രങ്ങളുടെ ആദ്യ പേജിൽ ഈ വാർത്തയാണ് വന്നുകൊണ്ടിരുന്നത്. ഈ പറഞ്ഞ തുരങ്കത്തിനകത്ത് ചിലർ പെട്ടുപോയത് അല്ലെ, ആ തുരങ്കത്തിനകത്ത് പെട്ടുപോയ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമൊക്കെ നടന്നല്ലോ. അപ്പൊ ആ തുരങ്കം ഏതാണ്? സിൽക്കാര തുരങ്കം അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചിരുന്നു, സിൽക്കാര തുരങ്കം. ആ സിൽക്കാര തുരങ്കം എവിടെയാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഉത്തരാഖണ്ഡ്. അപ്പൊ ഈ അടുത്ത കാലത്ത് ദുരന്തവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ഇടം പിടിച്ച സിൽക്കാര തുരങ്കം എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡിലാണ് എന്ന് പറയണം. ആ തുരങ്കത്തിൽ അകപ്പെട്ടു പോയവരെ, മണ്ണിടിഞ്ഞ് തുരങ്കത്തിനകത്ത് അകപ്പെട്ടു പോയവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ദൗത്യം അതായിരുന്നു ഓപ്പറേഷൻ സുരംഗ്. അല്ലെ, നമ്മൾ ഓപ്പറേഷൻ അജയ് പഠിച്ചിട്ടുണ്ട്, ഓപ്പറേഷൻ ഹോപ്പ് പഠിച്ചിട്ടുണ്ട്, പലതരത്തിലുള്ള പദ്ധതികൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോ ഓപ്പറേഷൻ സുരംഗ്. അപ്പൊ ഓപ്പറേഷൻ സുരംഗ് എന്താണ്? സിൽക്കാര തുരങ്കത്തിൽപ്പെട്ടവരെ, ഉത്തരാഖണ്ഡിൽ സിൽക്കാര തുരങ്കത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതിന് വേണ്ടി, പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ദൗത്യമായിരുന്നു ഓപ്പറേഷൻ സുരംഗ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വനസംരക്ഷണ ഭേദഗതി ബിൽ. അപ്പൊ വനസംരക്ഷണ നിയമമുണ്ട് 1980. 1980 ഒരു വനസംരക്ഷണ നിയമമുണ്ട്. ആ വനസംരക്ഷണ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നു. ആ ഭേദഗതി നിലവിൽ വരുന്നത് 2023 ഡിസംബർ 1-നാണ്. ഭേദഗതി നിയമം 2023 ആഗസ്റ്റിൽ പാർലമെന്റ് പാസാക്കിയെങ്കിലും 2023 ഡിസംബർ 1-ന് ഭേദഗതി നിയമം നിലവിൽ വന്നു. അപ്പൊ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഈ പറഞ്ഞ നോട്ടിനകത്ത് ഉൾക്കൊള്ളിക്കാം. വനസംരക്ഷണ ഭേദഗതി ബിൽ 2023 നിലവിൽ വന്നത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഡിസംബർ 1-നാണ് എന്ന് ഓർക്കുക. ഈ ബില്ല് പാർലമെന്റ് പാസാക്കിയ 2023 ആഗസ്റ്റിലാണ്. നിലവിൽ വന്നത് 2023 ഡിസംബർ 1-നാണ്. അപ്പൊ 1980 വനസംരക്ഷണ നിയമത്തിലാണ് ഭേദഗതി കൊണ്ടുവന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് യുനെസ്കോ സംഗീത നഗരമായിട്ട് പ്രഖ്യാപിച്ച ഇന്ത്യൻ നഗരം ഏതാണ്? 2023 യുനെസ്കോ സംഗീത നഗരമായി പ്രഖ്യാപിച്ച ഇന്ത്യൻ നഗരം ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാം, സിനിമയൊക്കെ കാണുന്നതാണ്, ഗോളിയോർ അല്ലെ. ഇപ്പൊ ഒരു സിനിമ ഡയലോഗൊക്കെ നിങ്ങളുടെ മനസ്സിൽ കൂടി പോകുന്നുണ്ടാവും, ഗോളിയോർ അല്ലെ. അപ്പൊ 2023 യുനെസ്കോ സംഗീത നഗരമായിട്ട് പ്രഖ്യാപിച്ച നഗരമാണ് ഗോളിയോർ. മധ്യപ്രദേശിലാണ് ഗോളിയോർ, അറിയാലോ ഗോളിയോർ. അതൊന്ന് ഓർത്തു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വാർത്തകളിൽ വന്ന ഒരു സംഘടനയാണ് യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫ്രണ്ട്. അഥവാ UNLF. ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. ഇതൊരു തീവ്രവാദ സംഘടനയായിരുന്നു. ഈ തീവ്രവാദ സംഘടന 2023 നവംബറിൽ എങ്ങനെയാണ് വാർത്തയിൽ ഇടം പിടിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫ്രണ്ട്, അതായത് കുറെ കാലമായിട്ട് തീവ്രവാദത്തിന്റെ പാതയിലായിരുന്നു ഈ സംഘടന. ഈ അടുത്ത കാലത്ത് സംസ്ഥാന സർക്കാരുമായിട്ടും കേന്ദ്ര സർക്കാരുമായിട്ടും നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ആ തീവ്രവാദ നിലപാടുകൾ ഉപേക്ഷിച്ചുകൊണ്ട് സമാധാനത്തിന്റെ പാതയിലോട്ട് വരുന്നതിന് അവർ തയ്യാറായി. അങ്ങനെയാണ് അവർ വാർത്തകളിൽ വരുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാരുമായും കേന്ദ്ര സർക്കാരുമായിട്ടും നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സമാധാന സന്ധിയിൽ ഒപ്പിട്ട ഒരു സംഘടനയാണ് യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫ്രണ്ട്. അപ്പൊ ഇത് ഇത്രയും ഞാൻ പറഞ്ഞുവെങ്കിലും ഇത് എവിടെയുള്ള സംഘടനയാണെന്ന് പറഞ്ഞില്ല. അതാണ് ചോദ്യവും. മണിപ്പൂർ. യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ഏത് സംസ്ഥാനത്തിലേതായിരുന്നു എന്ന് ചോദിച്ചാൽ മണിപ്പൂരിലേതാണ് എന്ന് മനസ്സിലാക്കി വെക്കണം. കുക്കികളും മേദികളുമായിട്ടുള്ള ഈ പറഞ്ഞ സംഘർഷത്തെ കുറിച്ച് മണിപ്പൂരിന്റെ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കുക. യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് എവിടുത്തെയാണ്? മണിപ്പൂരിലെ തീവ്രവാദ സംഘടനയായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ക്ലാസ്സിൽ പഠിച്ചതാണ് ഡോക്ടർ BR അംബേദ്കറിന്റെ ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ പ്രതിമ US-ലാണ് ഈ അടുത്ത കാലത്ത് വന്നതെന്ന് പറഞ്ഞു.
അല്ലെ? ഡോക്ടർ BR അംബേദ്കറിന്റെ ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ പ്രതിമ വന്നത് എവിടെയാണ്? US-ലാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിനെ ഈ പറഞ്ഞ പേര് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? സ്റ്റാച്യു ഓഫ് ഈക്വാലിറ്റി എന്ന് പറഞ്ഞു, അല്ലെ? ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതി വളപ്പില് ഒരു ദേശീയ നേതാവിന്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടു. ആരുടെ എന്ന് ചോദിച്ചാലോ, ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതി വളപ്പില് ഒരു ദേശീയ നേതാവിന്റെ പ്രതിമ സ്ഥാപിക്കപ്പെടുകയുണ്ടായി. ആരുടെ പ്രതിമയാണ് സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാല് മഹാത്മാഗാന്ധി തരും, ബാലഗംഗാധര തിലകൻ തരും, പിന്നെ അത് ഡോക്ടർ BR അംബേദ്കറും തരും. തന്ന ആരുടെ പേര് എഴുതും? ഈ അടുത്ത കാലത്ത് എന്ന് ചോദിച്ച സ്ഥിതിക്ക് അത് ഡോക്ടർ BR അംബേദ്കറിന്റെ പേര് എഴുതണം. കാരണം മഹാത്മാഗാന്ധിയുടെ പ്രതിമ സുപ്രീം കോടതി വളപ്പിൽ നേരത്തെ ഉണ്ട്, ബാലഗംഗാധര തിലകന്റെ പ്രതിമയും നേരത്തെ ഉണ്ട്. പക്ഷെ ഇപ്പോഴാണ് ഡോക്ടർ BR അംബേദ്കറിന്റെ പ്രതിമ അവിടെ സ്ഥാപിച്ചത്. ഇത്രയും താമസിച്ചു പോയി എന്ന് തോന്നുന്നില്ലേ? ശരി, അപ്പൊ അങ്ങനെ തന്നെയാണ് എനിക്കും അത് വാർത്ത കേട്ടപ്പോ തോന്നിയത്. അപ്പൊ ഡോക്ടർ BR അംബേദ്കർ. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി, ഒതാനി യൂണിവേഴ്സിറ്റി. ഒതാനി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ജപ്പാനിലെ ഒരു യൂണിവേഴ്സിറ്റിയാണ്. ക്യോട്ടോ എന്ന് പറയുന്ന ഒരു സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന പരിസ്ഥിതി ശാസ്ത്രത്തിൽ പഠിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെ ക്യോട്ടോയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഒതാനി യൂണിവേഴ്സിറ്റി. ബുദ്ധമത പഠനങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഒതാനി യൂണിവേഴ്സിറ്റി. അപ്പൊ ആ ഒതാനി യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് വാർത്തയിൽ വന്നതെന്ന് ചോദിച്ചാൽ 2023 നവംബറിൽ ഈ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഇന്ത്യക്കാരന്റെ പ്രതിമ സ്ഥാപിച്ചു. ആരുടെ പ്രതിമയാണ് സ്ഥാപിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രതിമയാണ് സ്ഥാപിക്കപ്പെട്ടത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും, രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രതിമ വിയറ്റ്നാമിലല്ലേ സ്ഥാപിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അവിടെയും സ്ഥാപിച്ചിട്ടുണ്ട്. 2023 ഒക്ടോബർ മാസത്തിലെ വിയറ്റ്നാമിലും രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രതിമ അനാവരണം ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഈ പറഞ്ഞ 2023 നവംബറിൽ ജപ്പാനിലെ ഒതാനി യൂണിവേഴ്സിറ്റിയിൽ രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രതിമ അനാവരണം ചെയ്യപ്പെട്ടു. അത് നമ്മുടെ ഈ പറഞ്ഞ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനാണ് അത് ഈ പറഞ്ഞ അനാവരണം ചെയ്തത് എന്നുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 2023 നവംബർ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നില്ല. നവംബറിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അടുത്ത ക്ലാസ്സോട് കൂടി നമുക്കത് പൂർത്തിയാക്കാം. അപ്പോൾ ഇത് വളരെ ക്ഷമയോടുകൂടി നിങ്ങൾ കേൾക്കാൻ തയ്യാറാവുക. ഇതിനകത്തുള്ള കാര്യങ്ങൾ പറയുന്ന ആ സ്പിരിറ്റിൽ കേൾക്കാൻ തയ്യാറാവുക. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായിട്ടും വരുന്ന പരീക്ഷകൾക്ക് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉത്തരം എഴുതാൻ സാധിക്കും. അപ്പൊ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.